പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ തള്ളപ്പെട്ടവരായിട്ട് എന്നെ കേൾക്കുന്നുണ്ടോ? ആർ യു റിജക്റ്റഡ്? മനുഷ്യർ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ദൈവവചനത്തിൽ മനോഹരമായ ഒരു വാക്കുണ്ട്, തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കാൻ കഴിയുന്ന ഒരു കർത്താവ്. ഇഫ് യു ആർ റിജക്റ്റഡ് ബൈ പീപ്പിൾ, ഗോഡ് ഹാസ് നെവർ റിജക്റ്റഡ് യു. ഒരു കാര്യം ഓർത്തോണം, കർത്താവ് നിങ്ങളെ തള്ളിയിട്ടില്ല, മനുഷ്യരാണ് നിങ്ങളെ തള്ളിയത്. എന്നാൽ ദൈവം അതിനെ മൂലക്കല്ലാക്കാൻ എന്റെ കർത്താവിന് സാധിക്കും. ചില വിഷയങ്ങളിലൂടെയൊക്കെ ഈ പ്രഭാതത്തിൽ കടന്നു പോവാണ്. ഒന്നും ഭാരപ്പെടേണ്ട. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എന്റെ കർത്താവിനാണ് അതിന്റെ മേൽ പൂർണ്ണ അധികാരം. എന്റെ കർത്താവ് നിശ്ചയമായിട്ടും നിങ്ങളെ അതിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. ചില കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദ വെയിറ്റിംഗ് പീരീഡ് ഈസ് എ ബ്ലെസ്സിംഗ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവമക്കളെ സംബന്ധിച്ച് വെയിറ്റിംഗ് പീരീഡ് ഒരു വലിയ അനുഗ്രഹമാണ്. വെയിറ്റിംഗ് പീരീഡ് നമ്മളെ പഠിപ്പിക്കുന്ന പലതുമുണ്ട്. നമ്മളെ വെയിറ്റിംഗ് പീരീഡ് വിശ്വസിക്കാൻ പഠിപ്പിക്കും, നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, നമ്മളെ പ്രത്യാശ വെക്കാൻ പഠിപ്പിക്കും, നമ്മളെ വെയിറ്റിംഗ് പീരീഡ് പേഷ്യൻസ് പഠിപ്പിക്കും. നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് നിശ്ചയമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യമുണ്ട്. ദൈവ പൈതലിനെ സംബന്ധിച്ച് ദാറ്റ്സ് ദ ബിഗസ്റ്റ് ബ്ലെസ്സിംഗ്. തള്ളിക്കളഞ്ഞതിനെ, നിങ്ങൾ തള്ളപ്പെട്ടാണോ ഇരിക്കുന്നത്? മനുഷ്യർ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണോ? തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കാൻ കഴിയുന്ന ഒരു കർത്താവാണ്. ആ കർത്താവിൽ അങ്ങ് വിശ്വസിച്ച്, കർത്താവിൽ പ്രത്യാശ വെച്ച്, പ്ലീസ് റെസ്റ്റ് ഇൻ ഹിം. ആ കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ എന്ത് ചെയ്യണം? വിശ്രമിച്ചാൽ മതി. പ്ലീസ് ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വേഗത്തിൽ ഒരു ദൈവവചന ഭാഗം വായിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 12 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ മന്ദത ഉള്ളവരാകാൻ, സ്ലോ ഡൗൺ ആകരുത്. ഓരോ ദിവസവും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പം മടുപ്പ് നോക്ക്. ഈ മടുപ്പും മടിയും ഒക്കെ ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കാണാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മടുപ്പും മടിയും ഒക്കെ വന്നെന്നിരിക്കാം. എന്നാൽ ദൈവവചനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ധൈര്യം, നിങ്ങൾ എന്ത് ചെയ്യരുത്? മന്ദതയുള്ളവരാകാതെ ഒന്ന് വിശ്വാസത്തിലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഒന്ന് ദീർഘക്ഷമ, രണ്ട് വിശ്വാസം. ദീർഘക്ഷമയാലും വിശ്വാസത്താലും നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ എന്ത് ചെയ്യും? നിങ്ങൾ അവകാശമാക്കുക തന്നെ ചെയ്യും. അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം പറയുന്നത്, പ്ലീസ്, നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. ഉത്സാഹം കുറഞ്ഞു പോകരുത്, മടുപ്പ് കുറഞ്ഞു പോകരുത്. എന്റെ കർത്താവിന് തരാൻ മേലാത്തതൊന്നുമില്ല, എന്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. തള്ളിയതിനെ എന്റെ കർത്താവ് മൂലക്കല്ലാക്കും. മനുഷ്യർ ഇന്ന് വളരെ ശക്തമായിട്ട് ഈ പ്രാരംഭ സമയത്ത് തന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ തള്ളപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെ ചില പടുകുഴിയിൽ മനുഷ്യൻ തള്ളിക്കളഞ്ഞ് എല്ലാം നിരാശപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്നവർ ചിലർ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ? ആ വചനം എഴുതിയിരിക്കുന്നത് തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ല. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു. കർത്താവിന്റെ കരം നീണ്ടു വരുമ്പോൾ ദൈവപ്രവൃത്തി നടക്കുമ്പോൾ മനുഷ്യർ ബുദ്ധി വെച്ച് നമ്മളെ തള്ളിക്കളയും. മനുഷ്യർ അവരുടെ കഴിവ് വെച്ചും ബലം വെച്ചും നമ്മളെ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. നോക്ക്, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. 38 വർഷമായിട്ട് തളർന്നു കിടന്ന, ആ കുളക്കരയിൽ തളർന്നു കിടന്ന ഒരു വ്യക്തി. വളരെ പ്രതീക്ഷയോടെ ഒരു ദൂതൻ അവിടെ ഇറങ്ങി കുളം കലക്കുമ്പോൾ പ്ലീസ് എങ്ങനെയെങ്കിലും ചാടി കുളത്തിലിറങ്ങി തനിക്ക് ഒരു സൗഖ്യമാകണമെന്ന് ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ അവിടെ കിടന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. പ്ലീസ് നോക്ക്, അവിടെ മതം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാ ദൂതൻ ഇറങ്ങി കലക്കും, ആദ്യം ഇറങ്ങുന്ന ആള് മതം പറയുന്നത് എന്നാ? കഴിവുള്ളവർ,
ബലമുള്ളവർ, അതിനുവേണ്ടി ശക്തിയുള്ളവർ. പ്രൈസ് നോക്ക്. എന്നാൽ യേശു നോക്കിക്കേ, അവിടെ വന്നിട്ട് യേശു ഹീസ് വാക്കിംഗ് ടു ദ ലാസ്റ്റ് ഓഫ് ദ ലൈൻ. ആ കർത്താവ് ആ ലൈനിൽ ഏറ്റവും അവസാനത്തോളം, ആ അറ്റത്തോളം, ഇവൻ 38 വർഷമായിട്ട് ഇവിടെ കിടക്കുന്നുവെന്ന് എന്റെ കർത്താവ് അറിഞ്ഞ് അവന്റെ അടുക്കലോട്ട് ചെന്നു. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും നിങ്ങളെ തള്ളിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, തീർന്നുവെന്ന് വിചാരിച്ചാണോ ഇരിക്കുന്നത്? ഇല്ല, തീർന്നിട്ടില്ല. ആ തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കുന്ന കർത്താവ്. ജോസഫ്, നിങ്ങൾ പഴയ നിയമത്തിൽ നോക്കിക്കേ, ജോസഫ് നോക്ക്, തന്റെ സഹോദരന്മാർ തള്ളി, അല്ലേ? എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞു. അവസാനം നോക്ക്, പോത്തിഫറിന്റെ വീട്ടിലെത്തി. അവിടെയും തള്ളപ്പെടലും അവിടെയും റിജക്ഷൻ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. അവസാനം താൻ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന് താൻ കാരാഗ്രഹത്തിലായി, അല്ലേ? പ്ലീസ്. എന്നാൽ എന്റെ കർത്താവ് മൂലക്കല്ലാക്കി തീർത്തോ? നോക്ക്, കർത്താവ് നിങ്ങളുടെ മേൽ ഒരു വാഗ്ദത്തം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വന്നു ചേരും. ചിലതൊക്കെ താമസിച്ചെന്നിരിക്കാം, ചിലതിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്നെന്നിരിക്കാം. ബട്ട് ദ ലോർഡ് ഈസ് കുക്കിംഗ് ഫോർ യു. കർത്താവ് ഒരുക്കിയിരിക്കുക. നോക്ക്, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവ് പറഞ്ഞിട്ട് പോയ ഒരു വാക്കുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട് ഒരുക്കാൻ പോകുന്നു. ഇന്നും ഒരുങ്ങി തീർന്നിട്ടില്ല. എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ്, എനിക്കൊരു കാര്യം അറിയാം, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഓരോ ദിവസവും കഴിയും തോറും ആ വീടിന്റെ ഭംഗി, അതിന്റെ മനോഹരത്വം, അതിന്റെ പണി എന്ത് ചെയ്യുകയാണ്? വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ഒറ്റ വാക്കുകൊണ്ടാണ് അവൻ സകലതിനെയും ഉളവാകട്ടെ. ദൈവത്തിന് മുഴുവൻ സൃഷ്ടിക്കാൻ വേണ്ടി ചെലവാകേണ്ട വന്ന ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. ഒറ്റ വാക്കിന് സകലതും ഉളവാക്കി. എന്നാൽ 2000 വർഷമായിട്ടും എനിക്ക് വേണ്ടി ഭവനം പണിതുകൊണ്ട് കർത്താവ് ഇരിക്കുകയാണ്. പ്ലീസ്, ഇന്ന് വരെ ആ പണി തീർന്നിട്ടില്ല. അപ്പം നോക്കിയേ, വാട്ട് ഗോഡ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നത് എത്ര ശ്രേഷ്ഠകരമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ ലജ്ജിക്കത്തില്ല. നിങ്ങൾ തള്ളപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണോ? എന്നാൽ തള്ളപ്പെട്ടതിനെ അവൻ മൂലക്കല്ല് ആക്കി എന്റെ കർത്താവ് തീർക്കും. എന്റെ കർത്താവിന് എന്നെ അസാധ്യമല്ലേ? നോക്ക്, അത് എന്റെ വിഷയമല്ലായിരുന്നു. പക്ഷേ ഇന്ന് പെട്ടെന്ന് ഞാൻ ഇത് ആരംഭിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് തള്ളപ്പെട്ടു എന്നൊരു വാക്ക് പ്രൈസ് എന്റെ ഉള്ളിൽ പറഞ്ഞു. എനിക്കറിയാം, നിശ്ചയമായിട്ടും ഇന്ന് പകൽ കേൾക്കുന്ന ആർക്കോ വേണ്ടിയാണ്. പ്രൈസ്, ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വാക്ക്, നിങ്ങൾ മന്ദതയുള്ളവരാകരുത്. ഡോണ്ട് ബി സ്ലോ. നിങ്ങൾ സ്ലോ ഡൗൺ ആകരുത്. ചില ഡിലേസ് ഒക്കെ ജീവിതത്തിൽ കണ്ടെങ്കിൽ ആ ഡിലേ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല, തീർന്നില്ല. എല്ലാത്തിനും ഗോഡ് ഹാസ് എ ടൈമിംഗ് ഫോർ എവരിത്തിങ്. കർത്താവ് ഒന്നും ഒരിക്കലും താമസിച്ചും ചെയ്യത്തില്ല, ഒന്നും ഒരിക്കലും നേരത്തെയും ചെയ്യത്തില്ല. അവൻ തക്ക സമയത്ത് തന്നെ ചെയ്യത്തുള്ളൂ. അതാ ജോൺ 14 കർത്താവ് പറഞ്ഞത്, ഐ എം ഗോയിങ് ടു പ്രിപ്പയർ എ ഹൗസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീട് ഒരുക്കാൻ പോകുന്നു. നോക്ക്, ആൻഡ് വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഇറ്റ്, അല്ലെ? ഇപ്പോഴും 2000 പരം വർഷമായി ഇപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇല്ല, അവിടെ എന്ത് ചെയ്യരുത്? ക്ഷീണിച്ച് തളർന്ന് പോകരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 40-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും നോക്ക്, കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവൻ നിങ്ങളുടെ പ്രത്യാശ, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഓ, ഇനിയും തീർന്നു, ഇത് നടക്കത്തില്ല, ഇനിയും എന്റെ ജീവിതത്തിൽ ഈ വിടുതൽ ഞാൻ കാണത്തില്ല. അത് കാണുക തന്നെ ചെയ്യും. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. നോക്ക, ഞാൻ ഈ സാക്ഷ്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓരോ ദിവസവും വീണ്ടും ഇത് പറയുമ്പോൾ എനിക്ക് അസാധാരണമായ ഉത്സാഹം വരികയാണ്. നോക്കി, എന്റെ കാലിന്റെ മുട്ടുകൾ മുഴുവൻ രണ്ടും റീപ്ലേസ്മെന്റ് പറഞ്ഞിട്ട് 5 വർഷം ഐ വാസ് വെയിറ്റിംഗ്. നോക്ക, 5 വർഷമായി റീപ്ലേസ്മെന്റ് പറഞ്ഞിരിക്കുകയായിരുന്നു. ഐ വാസ് ഇൻ പെയിൻ, ഐ വാസ് സ്ട്രഗ്ലിംഗ്. ഞാൻ ബുദ്ധിമുട്ടിൽ ഒക്കെ ഞാൻ പോകുമായിരുന്നു. എന്നാൽ 2 മാസം മുമ്പേ എന്റെ കർത്താവ് എന്നെ മിറാക്കുലസ്ലി എന്റെ കർത്താവ് ഹീൽ ചെയ്തു. ഒരു പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ ആണ് എഴുന്നേറ്റ് വന്നത്. നോക്ക്, എന്റെ കർത്താവിന് ഒരു എന്തുകൊണ്ടാണ് ഇത് താമസിച്ചത്? ഐ ഡോണ്ട് നോ. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് താമസിച്ചതെന്ന്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ആ വെയിറ്റിംഗ് പീരീഡിലും ആ പുറവുറുക്കാതെ, കർത്താവിനോട് പരാതി പറയാതെ, എന്നാ എല്ലാവരും പറഞ്ഞു പോയി സർജറി ചെയ്ത് നോക്ക്, ഒരാഴ്ച കൊണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാം, പോയി രണ്ടും അങ്ങ് റീപ്ലേസ് ചെയ്താൽ ഈ പ്രോബ്ലം അങ്ങ് എന്തിനാ? വൈ ആർ യു സ്ട്രഗ്ലിംഗ്? വൈ ആർ യു ഈ ഇങ്ങനെ പെയിൻ എന്തിനാ കൊണ്ടു നടക്കുന്നത് എന്ന് പലരും എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ അന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്ലീസ്, എന്റെ കർത്താവ് എനിക്ക് തന്ന മുട്ടാണെങ്കിൽ ഈ മുട്ട് വെച്ച് തന്നെ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിക്കും. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വായിൽ നിന്ന് എന്ത് പുറപ്പെടുന്നു, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എഴുത്തുകാരൻ പറയുകയാണ്, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയിലും. നിങ്ങൾ യു ഹാവ് ടു ബിലീവ്. എബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കിട്ടു. അല്ലെ? പ്രൈസ്. ബാലനെ യാഗം കഴിക്കാൻ പോകുമ്പം കർത്താവ് പറയാണ്, നിന്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കണം. എബ്രഹാം കുഞ്ഞുമായിട്ട് പോകുകയാണ്. മോറിയ മലയെ കയറുന്ന സമയത്ത് കുഞ്ഞു ചോദിക്കുന്നുണ്ട്, പപ്പ നമുക്ക് വിറകുണ്ട്, നമുക്ക് തീയുണ്ട്, പക്ഷെ യാഗവസ്തു എന്തിയെ? എബ്രഹാമിന്റെ ചങ്ക് തകർന്നു കാണും. അല്ലേ? അവിടെയെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ ഇരേ, കർത്താവ് കരുതിക്കൊള്ളും. ഏത് വിഷയത്തിലും ദൈവമക്കൾ പറഞ്ഞേ, യഹോവ ഇരേ, എന്റെ കർത്താവ് കരുതിക്കൊള്ളും, എന്റെ കർത്താവ് കരുതുന്നവനാണ്. റോമൻസ് 8:32 പറയുന്നത്, സ്വന്തം പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമാക്കിയവൻ അവനോട് കൂടെ സകലതും സൗജന്യമായി നൽകാതിരിക്കുമോ? എന്റെ ജീവനും ഭക്തിക്കും വേണ്ടത്, എനിക്ക് വേണ്ടത്, എന്റെ നീഡ്സ് എന്റെ കർത്താവിന് അറിയാം. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നാം ചോദിക്കുന്നതിന് മുമ്പേ നാം അറിയുന്ന നല്ലൊരു കർത്താവുണ്ട്. ഗോഡ് നോസ് ബെറ്റർ. എനിക്ക് എപ്പോൾ തരണമെന്ന് എന്റെ കർത്താവിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാം, ഒരു വിഷയമൊക്കെ ഡിലേഡായി നിൽക്കുമ്പോൾ ഒരിക്കലും ഇടറി പോകരുത്. ആ കർത്താവിനെ മുറുകെ പിടിച്ചോണം. ഐ എം ഗോയിങ് ടു സീ ദ മിറക്കിൾ. ദ ലോർഡ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ മീ. അല്ലെ? ഐ എം ഗോയിങ് ടു പ്രിപ്പയർ എ ഹോം ഫോർ യു. അല്ലെ? ഒരു വീട് ഒരുക്കാൻ പോകുന്നു, പ്രിപ്പയർ ചെയ്യുകയാണ്. 2000 പരം വർഷമായി, ഇതുവരെ പ്രിപ്പറേഷൻ കഴിഞ്ഞില്ല. ഈ ഈസ് പ്രിപ്പയറിംഗ് ഫോർ മീ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടത്, പറയുകയാണ്, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിലും. വിശ്വാസം തന്നെ, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അതായിരിക്കണം നിങ്ങൾ സംസാരിക്കുന്നത്. എന്ത് വിശ്വസിക്കുന്നോ അത് നിങ്ങൾ വിളിച്ച് പറയാൻ തുടങ്ങണം. ഇല്ല, ഞാനത് കാണും, ഇതെന്റെ ജീവിതത്തിൽ അത് നടക്കും. ഇല്ല, കർത്താവ് അതിനകത്ത് വഴി ഒരുക്കും, ഇതിന്റെ നന്മയായി മാറും, ഈ വിഷയം എന്റെ ജീവിതത്തിൽ നന്മയായി മാറും. ഞാൻ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത് വിളിച്ചു പറയാൻ തുടങ്ങണം. അങ്ങനെ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം. ചിലർക്ക് ആദ്യം വരുമ്പം ഭയങ്കര ഉത്സാഹമാണ്, വരുമ്പം ഭയങ്കര കയ്യടിയാണ്, ഭയങ്കര ചാട്ടമാണ്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഡിലേ ആകുമ്പം അവർക്ക് സങ്കടമായി, അവർക്ക് ദുഃഖമായി. എന്താ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ ഡിലേ ആയാലും അതിന്റെ ഞാനിതെല്ലാം ജീവിത അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ചില ഡിലേസ് ഉണ്ട് എന്റെ ജീവിതത്തിൽ. ഇതിന്റെ മാത്രമല്ല, എന്റെ ചില കാര്യങ്ങൾ, എന്റെ ചില പ്രോജക്ട്സ് ഒക്കെ സ്റ്റക്കായ സമയങ്ങളുണ്ട്. ഇന്നും നടന്നിട്ടില്ല. പക്ഷേ എനിക്ക് അവിടെയെല്ലാം എനിക്കൊരു കാര്യം അറിയാം, എന്റെ എല്ലാ ആവശ്യങ്ങളും ഒന്നിനു പോലും കുറവ് വന്നില്ല. കർത്താവ് നടത്തി. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. എന്റെ ജീവിതത്തിൽ അവൻ നടത്തിയെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും എന്റെ കർത്താവ് നടത്താൻ മതിയായവനാണ്. അവന് യാക്കോബിന്റെ ലേഖനം പറയുന്നത് പോലെ അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. വ്യക്തികൾ തമ്മിൽ എന്റെ കർത്താവിന് വ്യത്യാസമില്ല. കർത്താവിന് യാക്കോബ് 1:17 പറയുന്നത് എല്ലാ നല്ല ദാനങ്ങളും, അതിന് തൊട്ടു മുമ്പേ പറയുകയാണ്, സഹോദരങ്ങളെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. എന്നാ കർത്താവ് നല്ലതേ ചെയ്യത്തുള്ളൂ, ദോഷങ്ങളാൽ അവൻ പരീക്ഷിക്കത്തില്ല. ഒരു വിഷയം കാണുമ്പോൾ, ഒരു പ്രതികൂലം കാണുമ്പോൾ പിശാച് നിങ്ങളോട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് നടക്കാൻ പോകുന്നില്ല, ദൈവത്തിന് നിങ്ങളോട് സ്നേഹമില്ല, ദൈവം പോലും നിങ്ങളെ കൈവിട്ടു. ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ദൈവം പോലും നിങ്ങളെ കൈവിട്ടു, ദൈവത്തെ പ്രവർത്തിക്കത്തില്ല. ഈ ലോകത്തിൽ ഏറ്റവും വലിയ പിശാച് പറയുന്ന ഏറ്റവും വലിയ നുണയാണ് ദൈവം പ്രവർത്തിക്കത്തില്ല, ദൈവം പോലും നിങ്ങളെ കൈവിട്ടു. ഈ വാക്കുകളൊക്കെ അതുകൊണ്ടാണ് യാക്കോബ് പറയാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്, അവൻ ദോഷങ്ങളാൽ നിങ്ങളെ പരീക്ഷിക്കുന്നവനല്ല. എന്നിട്ട് താഴോട്ട് പറയുമ്പോൾ പറയുകയാണ്, എല്ലാ നല്ല ദാനങ്ങളും. കർത്താവ് ആ ലെവലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കർത്താവിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ലെവലിലാണ്. എന്തേ ചെയ്യത്തുള്ളൂ? നല്ലത് മാത്രമേ. ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന ആരോടോ പറയുകയാണ്, നല്ലത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വരത്തുള്ളൂ, നന്മ മാത്രമേ നിങ്ങളുടെ തലമുറകളിൽ വരത്തുള്ളൂ, നന്മ മാത്രമേ നിങ്ങളുടെ ആരോഗ്യത്തിൽ വരത്തുള്ളൂ, നന്മ മാത്രമേ ചില ഭൗതികത്തിൽ വരത്തുള്ളൂ. ഇന്ന് ചില മെഡിക്കൽ റിപ്പോർട്ട്
റിപ്പോർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾ കണ്ടോണ്ടായിരിക്കാം. ഒന്നും ഭാരപ്പെടണ്ട. അതിന്റെ അകത്ത് എന്റെ കർത്താവ് അത്ഭുതം ചെയ്യാൻ മതിയായവനാ. ഐ ബിലീവ് ഇൻ എ മിറക്കിൾ വർക്കിംഗ് ഗോഡ്. എന്റെ ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നത് പോലെ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. നോക്ക്, ബലമുള്ളവർ, ശക്തിയുള്ളവർ, അവർ പോലും ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാർ ഇടറി വീഴാൻ സാധ്യതയുണ്ട്. നോക്ക്, അവിടെ ദൈവവചനം പറയുകയാണ്, എങ്കിലും ഈ കർത്താവിനെ കാത്തിരിക്കുന്നവർ, ആ കർത്താവിന് നിങ്ങളുടെ നോട്ടം കർത്താവിലോട്ടാണോ? നിങ്ങളുടെ ഏത് വലിയ പ്രതികൂലത്തിന്റെ അകത്തും നിങ്ങളുടെ കണ്ണ് മാറരുത്, നിങ്ങളുടെ നോട്ടം മാറരുത്. വിശ്വാസത്തിന്റെ നായകനും എബ്രായ ലേഖനക്കാരൻ പറയുന്ന പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ എന്റെ കർത്താവിനെ മാത്രം അങ്ങോട്ട് നോക്കിക്കേ, ഒന്നിനും കുറവ് വരത്തില്ല. ആ കർത്താവിന്റെ മുഖം നോക്കിക്കേ. നോക്ക്, അവിടെ എഴുതിയിരിക്കുകയാണ്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ അവരെന്ത് ചെയ്യും? നടക്കുകയും ചെയ്യും. തളരത്തില്ല. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവരൊരിക്കലും തളരത്തില്ല. അവർക്കറിയാം ആ പ്രതികൂലത്തിന്റെ അകത്തും പ്രൈസറോ. നോക്ക്, കർത്താവില്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ. ഞാൻ പത്രോസ് നോക്ക്, അവര് രണ്ടാമത് മീൻ പിടിക്കാൻ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം, കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മനസ്സിലായിട്ടും പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന്. അവര് മീൻ പിടിച്ചു. മീൻ പിടിക്കാൻ പോയി. നോക്ക്, ഈ ടോയിൽ ഓൾ നൈറ്റ്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും തനിക്ക് എന്ത് ചെയ്തില്ല? ഒന്നും കിട്ടിയില്ല. പ്രൈസ്. പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ച എന്നാ? കരയ്ക്ക് വന്നപ്പോൾ നോക്ക്, ദ ലോർഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ ദം. കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയത് നമ്മൾ കണ്ടു. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവവൈതലിനോടും പറയാം, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞതാണ്. കൊരിന്ത്യ ലേഖനക്കാരൻ പറയുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി കഴിഞ്ഞത് ഹി ഹാസ് ഓൾറെഡി പ്രിപ്പയർഡ് ഫോർ യു. ഒന്നും ഭാരപ്പെടണ്ട, ഒരുക്കി കഴിഞ്ഞ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വരും. പ്രൈസ്. അതൊരു ഡിലേഡ് ആണെങ്കിലും ദ ലോർഡ് ഈസ് കുക്കിംഗ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി എന്റെ കർത്താവ് ഒരുക്കി കൊണ്ട് ഇരിക്കുകയാണ്. ഹി ഹാസ് ഓൾറെഡി പ്രിപ്പയർഡ്. അത് തക്ക സമയമാകുമ്പം പ്രൈസ് നോക്ക്, നിങ്ങളുടെ കയ്യിലോട്ട് വരും. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് റൈച്ചസ്നെസ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചോ, ബാക്കി സകലതും നിങ്ങളുടെ ജീവിതത്തിൽ ചേർക്കപ്പെട്ട് വരിക തന്നെ ചെയ്യും. പ്ലീസ്. ചില കാര്യങ്ങളൊക്കെ ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലോങ്ങർ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി താമസിക്കുന്നുണ്ടോ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ആ ദൈവവൈതലിനെ സംബന്ധിച്ച് അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ട് വരുന്ന വാക്കെന്നാ? ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ ഫോർ മീ. എന്റെ ജീവിതത്തിൽ അത് നന്മയായി മാറും. റോമൻസ് 8 നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട, നിങ്ങൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്. ദ ലോർഡ് ഹസ് കോൾഡ് യു. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും, പറഞ്ഞ സകലതും, എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാം ഗോഡ് ക്യാൻ ടേൺ ഇറ്റ് ടു ഗുഡ്. ഇന്ന് ചിലപ്പം അയ്യോ ഇതാണോ നന്മ എന്ന് ചിന്തിച്ചായിരിക്കും ഇരിക്കുന്നത്. അതെ, ഇതാ നന്മ. അതിന്റെ അകത്താണ് നന്മ ഇരിക്കുന്നത്. കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിൽ ഒരു പോക്കുവഴി വെച്ചിരിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി. നമ്മുടെ വിഷയത്തിന്റെ അകത്താണ് വിടുതൽ കർത്താവ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഈ ചിലതൊക്കെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യത്തില്ലേ, പിന്നെയും റാപ്പ് ചെയ്ത് അതിന്റെ മേളിൽ പിന്നെയും റാപ്പ് ചെയ്ത് അങ്ങനെ ഓരോന്ന് പൊളിച്ചു വരുമ്പോഴും എക്സൈറ്റ്മെന്റ് കൂടും. അകത്ത് എന്താ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്, ഒരുക്കി കഴിഞ്ഞതാണ്. ഗോഡ് ഈസ് അൺറാപ്പിംഗ് സംതിങ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ചില പൊതിയൊക്കെ എന്റെ കർത്താവ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പം നോക്ക്, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ഓരോ പൊതി അഴിക്കും തോറും ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ ഫോർ മീ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാം, ഇന്ന് പ്രാരംഭത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കൊന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. തള്ളിക്കളഞ്ഞതിനെ വീട്ടുകാർ തള്ളിയിരിക്കുകയാണോ? കുടുംബക്കാർ നിന്നെ തള്ളിയിരിക്കുകയാണോ? കൂട്ടുകാർ തന്നെ തള്ളിയിരിക്കുകയാണോ? പ്രിയപ്പെട്ടവർ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണോ? നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണോ? നിങ്ങളുടെ സാമ്പത്തികത്തിൽ നിങ്ങൾ താന്നുപോയോ? നിങ്ങൾ ബിസിനസ്സിൽ നിങ്ങൾ തള്ളപ്പെട്ടാണോ ഇരിക്കുന്നത്? അതിനെ മൂലക്കല്ലാക്കാൻ കഴിയുന്ന ഒരു കർത്താവ്, ഹി ഈസ് അലൈവ്. എന്റെ കർത്താവ് ജീവനോടെയുണ്ട്. എന്റെ കർത്താവിന് അസാധ്യമായതുകൊണ്ട് ട്രസ്റ്റ് ഇൻ ഹിം. അങ്ങനെ മന്ദതയുള്ളവരാകാതെ നിങ്ങൾ നോക്ക്, ആ തലേ കൈയും കൊടുത്ത് താടിക്ക് കൈയും കൊടുത്ത് ഇനി ഇത് നടക്കാൻ പോകുന്നില്ല, മന്ദതയുള്ളവരാകാതെ നോക്ക്. ആ കുളക്കരയിൽ നടന്നോ? 38 വർഷം ഈ വെയിറ്റഡ് ഫോർ 38 years നടന്നോ?
പ്രൈസ്. അവിടെ മിടുക്കന്മാര് പറഞ്ഞു കുളം കലങ്ങുമ്പോ ആളിറങ്ങണമെന്ന് പറഞ്ഞു. പ്രൈസ്. നോക്ക്, എല്ലാവരും കുളത്തിൽ സൗഖ്യമാകുകയെങ്കിൽ പ്രൈസ് ഇവൻ കരയ്ക്ക് സൗഖ്യമായി. ഇവന്റെ സൗഖ്യം മറ്റുള്ളവരുടെ വിടുതൽ പോലെയല്ല. ആരോടോ പറയുകയാണ്, മറ്റുള്ളവരുടെ വിടുതൽ പോലെയല്ല നിങ്ങളുടെ വിടുതൽ നടക്കാൻ പോകുന്നത്. എല്ലാവരും കുളത്തിൽ സൗഖ്യമായപ്പോൾ ഇവൻ കരയിൽ സൗഖ്യമായി. The Lord is on the way and the Lord is cooking for you. നിങ്ങൾക്ക് വേണ്ടി എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോട് പറയുക, നിങ്ങൾക്ക് വേണ്ടി എന്റെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. God is preparing it. God is preparing it. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. God is cooking for you. ഈ കുക്കിംഗ് എന്ന് പറയുമ്പം ഇതിനൊരു വെയിറ്റിംഗ് ഉണ്ടല്ലേ. എനിക്ക് ഈ കുക്കിംഗ് വലിയ വശമില്ലെങ്കിലും ഷീന ചെയ്യുന്ന ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് പിന്നെ ഇട്ട് വേറെ ഒരു ഇതിന്റെ അകത്ത് പിന്നെ ഇട്ട് അതാണ്ടല്ല ചെയ്ത് നോക്ക്. ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആകുന്നതിന് മുമ്പ് there are so many efforts അല്ലെ എന്ന് പറഞ്ഞതുപോലെ തന്നെ God is preparing for you. ഈ കയ്യിലോട്ട് വരുമ്പോൾ ഇതിനായിരുന്നോന്ന് പോലും നമ്മൾ വിസ്മയത്തോടെ നോക്കുന്നത് പോലെ അത്ഭുതമാകും. പ്രൈസ്. ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്ത്. സങ്കീർത്തനത്തിൽ ഒരു വാക്കുണ്ട്, സങ്കീർത്തനം 106 അധ്യായം അതിന്റെ 13 വാക്യത്തിൽ, എങ്കിലും അവർ വേഗത്തിൽ, അവന്റെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയാണ്, വേഗത്തിൽ അവന്റെ പ്രവൃത്തി മറന്നു കളഞ്ഞു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നുമില്ല. ഒന്ന് കാത്തിരുന്നേ, വെയിറ്റ് ഫോർ ഇറ്റ്. അതിനുവേണ്ടി ഒന്ന് കാത്തിരുന്നേ. പലപ്പോഴും കർത്താവിൽ നിന്ന് അനുഭവിച്ച ജനമാണ് ഇസ്രായേൽ ജനം അല്ലെ. അവര് അത്ഭുതങ്ങൾ കണ്ടതാണ്. അവര് ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നത് കണ്ടതാണ്. എരിഹോ കോട്ട വീഴുന്നത് കണ്ടതാണ്. അവർക്ക് മന്ന എല്ലാ ദിവസവും കിട്ടുന്നത് കണ്ടതാണ്. അവർക്ക് കാടപ്പക്ഷിയെ വേണ്ടിയപ്പോൾ കാടപ്പക്ഷിയെ കിട്ടിയത് അവർ കണ്ടതാണ്. മാറായെ മധുരമാക്കുന്നത് കർത്താവ് കണ്ടതാണ്. അവരുടെ ശത്രുക്കളെ പാദപീഠമാക്കുന്നത് ദൈവം അവരുടെ ശത്രുക്കളെ പാദപീഠമാക്കുന്നത് അവർ കണ്ടതാണ്. പക്ഷേ വേഗത്തിൽ അതെല്ലാം എന്ത് ചെയ്തു? മറക്കല്ലേ. എന്റെ കർത്താവ് God is on the way. And God is preparing for you. So don't worry about ഇന്നത്തെ ഇഷ്യൂസ് എല്ലാം കർത്താവിന്റെ കരങ്ങളിലോട്ട് അങ്ങ് കൊടുത്തു. എന്നിട്ട് കർത്താവിന് എന്നാ ചെയ്യാൻ മേലാത്ത, എങ്ങനെയാ പ്രവർത്തിക്കാൻ മേലാത്ത, എന്റെ കർത്താവിന് എന്തും പ്രവർത്തിക്കാം, എങ്ങനെ ഞാൻ ദൈവമക്കളോടെല്ലാം പറയാം, ഒരിക്കലും നിങ്ങൾ താന്നു പോകത്തില്ല. ഈ പ്രതിസന്ധികൾക്കും വിഷയങ്ങൾക്കും ഒന്നിനും നിങ്ങളെ താക്കാൻ സാധിക്കത്തില്ല. That will always lift you. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നേരിടുന്ന വിഷയങ്ങൾ അവരെ ഒരു മിറക്കിളിലാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ലോകം അതിന്റെ അകത്ത് തകർന്നു വീണേക്കാം. ലോകക്കാർ പറഞ്ഞേക്കാം തീർന്നുപോയി, ഇവന്റെ കാര്യം തീർന്നുപോയി, ഇനിയും രക്ഷയില്ല എന്ന് ലോകക്കാർ പറഞ്ഞേക്കാം. പക്ഷേ കർത്താവ് അകത്തുള്ളവൻ പറയും, ഇല്ല, ഇതിന്റെ അകത്ത് ചില വഴികൾ കർത്താവ് ഒരുക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് എനിക്ക് വേണ്ടി ചിലത് കർത്താവ് കരുതുകയാണ്. God is unwrapping something for me. എനിക്ക് വേണ്ടി ചിലത് കർത്താവ് തുറക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. അങ്ങനെ മന്ദതയുള്ളവരായി പോകരുത്, സ്ലോ ഡൗൺ ആയി പോകരുത്. പ്രൈസ്. ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് മൂവ് ഫോർവേഡ്. ഒന്നിനും കുറവ് വരത്തില്ല. തള്ളിയോ പണിയും കർത്താവ് നിന്നെ. മറ്റുള്ള എവിടെ നീ തള്ളപ്പെട്ടോ, കർത്താവ് പറഞ്ഞ വാക്കല്ലേ, നിങ്ങളുടെ കൂട്ടുകാരിൽ പരമായി ഞാൻ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. എല്ലാവരും നിന്നെ തള്ളിയാണ്, അവരുടെ മുമ്പിൽ നിന്നെ ഒരു മാനപാത്രമാക്കി കർത്താവ് തീർക്കും. അവരുടെ മുമ്പിൽ കർത്താവ് ഉയർത്തും. അതിന്റെ കൊമ്പ് ഉയർന്ന് തന്നെ നിൽക്കും. ഈ ലോകത്ത് ആര് വിചാരിച്ചാലും നിങ്ങളെ താക്കാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങളുടെ ഉയർച്ച താഴേന്ന് വരുന്നതല്ല, നിങ്ങളെ ഉയർത്തുന്നത് മേളിൽ നിന്നാണ് നിങ്ങളെ ഉയർത്തുന്നത്. സോ ഈ ലോകത്തിൽ ആർക്കും നിങ്ങളെ താക്കാൻ പറ്റത്തില്ല. പ്രൈസ്. ചില ടെമ്പററി ആയിട്ട് ചിലതൊക്കെ നടന്നെന്നിരിക്കാം പ്രൈസ്. പക്ഷേ അതെല്ലാം ഷോർട്ട് ലീവ്ഡ് ആകട്ടോ. അതിനൊന്നും ആയുസില്ല. നിങ്ങളുടെ ഒന്ന് പറഞ്ഞ് എന്റെ വിഷയത്തിന് ആയുസില്ല. ഓൾ മൈ പ്രോബ്ലംസ് ആർ ഷോർട്ട് ലീവ്ഡ്. എന്റെ വിഷയങ്ങൾക്കൊന്നും ആയുസില്ല. അതെല്ലാം ടെമ്പററി സിറ്റുവേഷൻ മാത്രമാണ് പ്രൈസ്. എന്നാൽ പെർമനന്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് പ്രൈസ്. എന്റെ കർത്താവിന്റെ ഗ്ലോറി എന്റെ ജീവിതത്തിൽ വെളിപ്പെടും. എന്റെ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. ദൈവം ഒരാളെ ഉയർത്തിയാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അവരെ താക്കാൻ സാധിക്കത്തില്ല. ആ ധൈര്യത്തോടെ ബലത്തോടെ ഈ പ്രഭാതത്തിലിരുന്നു. ഒന്നിനും കുറവ് വരുന്നില്ല. കർത്താവിന് ഏറ്റവും തകർന്നിരിക്കുന്ന ഒരാളെ കണ്ടാൽ കർത്താവ് അവരെയൊക്കെ മറികടന്ന് ഒരിക്കലും പോകത്തില്ല. നോക്ക്, ആ യെരുശലേം ദേവാലയത്തിന്റെ തൊട്ടടുത്ത്, അവിടെ എവിടെയായിരുന്നു? ആ ദേവാലയത്തിന്റെ തൊട്ടടുത്താണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നാനാവിധ വ്യാധിക്കാർ, ദീനക്കാർ, അവരെല്ലാം കൂട്ടം കൂടി കിടന്നിരുന്നു. അവിടുത്തെ മഹാപുരോഹിതന്മാരൊന്നും ഇവരെ കണ്ടില്ല.
പക്ഷെ അവിടെ ഒരു ദൂതൻ ഇറങ്ങി കലക്കുമ്പം നോക്ക്, കുളത്തിൽ ഇറങ്ങുന്നവർ സൗഖ്യമാകും. പക്ഷെ എന്റെ കർത്താവിന്റെ നോട്ടം 38 വർഷമായിട്ട് തളർന്നു കിടന്നു. കർത്താവ് അതിന്റെ അടുത്തിലോട്ടാണ് ചെന്നത്. കർത്താവ് യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയി വന്നതാ. ഞാൻ പലപ്പോഴും പറയും, കർത്താവിടെ ഒരു യു ടേൺ എടുത്തു. കർത്താവിടെ ഒരു യു ടേൺ എടുത്തിട്ട് കർത്താവിന് എപ്പോഴും ഈ തകർന്നവരെ കണ്ടാൽ, ഭാരത്തിലിരിക്കുന്നവരെ കണ്ടാൽ, കർത്താവിന്റെ സ്വഭാവം അവരുടെ അടുത്തോട്ട് കർത്താവ് ഇറങ്ങി വരും. നിങ്ങളുടെ വിഷയമാണ് കർത്താവിനെ അട്രാക്ട് ചെയ്യുന്നത്. ഞാൻ ഏറ്റവും തകർന്നിരുന്ന സമയത്താണ് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വന്നത്. ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റുകൾ നടത്തിക്കൊണ്ടിരുന്ന സമയങ്ങൾ, ജീവിതം അവസാനിപ്പിക്കാൻ. ഞങ്ങളുടെ വീട് എന്നാ പറയുന്നത്, ഈ മുഴുവൻ പൊളിഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതം പൊളിഞ്ഞതായിരുന്നു. ഞങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുപോയി, മദ്യപാനത്താൽ ജീവിതം തകർന്നു, എല്ലാം തീർന്നു. ഇനി ബിസിനസ് എല്ലാം തകർന്നു, കേസുകളും, ഇനി ആത്മഹത്യ, അതല്ലാതെ വേറെ വഴിയില്ല. ഐ വാസ് അറ്റംപ്റ്റിംഗ്, ട്രൈങ് ഫോർ ഇറ്റ്. ഷീനായും സൂയിസൈഡ് ചെയ്യാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു, കുഞ്ഞുങ്ങളെയുമായിട്ട്. അങ്ങനെ ഇരിക്കുന്ന നോക്ക്, എന്റെ ഇഷ്യൂസ് ആണ് എപ്പോഴും കർത്താവിനെ എന്നിലോട്ട് ആകർഷിക്കുന്നത്. ഇവനെ വിടുവിക്കണം, എന്നിട്ട് കർത്താവ് മഹത്വം എടുക്കും. നമ്മളെ കർത്താവ് വിടുവിച്ചിട്ട് ദൈവം മഹത്വം എടുക്കും. ഹി വിൽ ടേക്ക് ഓൾ ഗ്ലോറി. ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇത് ചിലർ പറയും, ഞാൻ ഒറ്റക്കാലിൽ നിന്ന് നേടിയതാണ്, ഞാൻ അങ്ങോട്ട് ചെന്നപ്പം ഒന്നുമില്ല, നമ്മളിലെ ഒരു ജ്ഞാനവും ഇല്ല. പ്രൈസ്, എല്ലാം കർത്താവ് ചെയ്തതാണ്. ചിലർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലർക്ക് തോന്നും നമ്മുടെ നമ്മുടെ കഴിവും ഇല്ല, നമ്മുടെ മിടുക്കവും ഇല്ല, ഒന്നുമില്ല. പ്രൈസ്, കർത്താവ് എല്ലാം ബെസ്റ്റായിട്ട് ചെയ്യുക. നമ്മള് ഈ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി കണ്ട് വിസ്മയത്തോടെ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ പ്രവർത്തിക്കോ. ഞങ്ങളൊക്കെ പലപ്പോഴും ശുശ്രൂഷയിൽ പല ഹീലിങ്സ് കാണുമ്പം സൗഖ്യം കാണും. എന്റെ കർത്താവിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇരുട്ടി വെളുക്കുന്നത് പോലെ ചില വ്യക്തികളെ വിടുവിക്കുന്ന കാണും. അയ്യോ, ഇങ്ങനെ ഞാൻ ഉള്ള സത്യം നിങ്ങളോട് പറയാം. ഞാൻ ഈ ആദ്യകാലത്തൊക്കെ ശുശ്രൂഷയിൽ ഒക്കെ നിൽക്കുമ്പം പലപ്പോഴും ചില വിഷയങ്ങളൊക്കെ, ചില ആൾക്കാർ വിഷയങ്ങളൊക്കെ ആയിട്ട് വരുമ്പം വളരെ ഭാരമുള്ള ചില വിഷയങ്ങളുമായിട്ട് ചെല്ലു വരും. അപ്പം ഈ ആഴ്ച വരും, പ്രാർത്ഥിക്കും, അത്ഭുതം നടക്കുമെന്ന് പറയും. അടുത്ത ആഴ്ച വീണ്ടും ആ വിഷയവും തന്നെയായിട്ട് വരും, വീണ്ടും പ്രാർത്ഥിക്കും, അത്ഭുതം നടക്കും. ഈ ആഴ്ച അത്ഭുതം നടക്കും. അടുത്ത ആഴ്ച പുള്ളി അതേ വിഷയമായിട്ട് വരും. അതിനും ഒരു 4-5 ആഴ്ചയാകുമ്പം പിന്നെ ഈ വ്യക്തി വരുന്നത് കാണുമ്പോൾ എന്റെ കർത്താവെ, എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ വ്യക്തിയെ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ആർക്കേലും ഈ പുള്ളിയെ പ്രാർത്ഥിച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്റെ കർത്താവെ നീ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത്, നമുക്കൊരു വ്യക്തിയെ പോലും വിടുവിക്കാനുള്ള കഴിവില്ല. നോക്ക്, നമുക്ക് വിതൗട്ട് ജീസസ് വി ആർ സീറോ, അല്ലേ? ഒന്നുമില്ല. യേശു ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പം കർത്താവ് എല്ലാം ചെയ്യുന്നത്, അതെല്ലാം വിസ്മയത്തോടെ നമുക്ക് നോക്കിയിരിക്കും. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കും. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ഈ ശുശ്രൂഷ, ഞാനിന്ന് കേൾക്കുന്ന ശുശ്രൂഷകരനെ കേൾക്കുന്നെങ്കിൽ, കർത്താവിന് വേണ്ടി ഓടുന്നവർ, സ്വർഗീയവിരുന്നിൽ ഈ ശുശ്രൂഷകളും വിശ്വാസി എന്ന് പറയുന്ന 2 തലവും സ്വർഗീയവിരുന്നിലില്ല. തങ്കൂറർ എന്നും പറയും, സ്വർഗീയവിരുന്ന് ഒറ്റ കൂട്ടേ ഉള്ളൂ, എല്ലാവർക്കും ശുശ്രൂഷയാണ്. ഞാൻ ദൈവമക്കളോടെല്ലാം പറയാം, നിങ്ങളുടെ എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. പക്ഷേ നമ്മുടെ സ്വന്തം കഴിവിലൊന്നും ഊന്നരുത്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ ഞാൻ ചെയ്തെടുക്കും. എല്ലാം, എവറിത്തിങ് ഈസ് ഡൺ ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. കർത്താവിന്റെ ആത്മാവ് എല്ലാം ചെയ്യുന്നു. നമുക്കിത് കാഴ്ചക്കാരനായിട്ട് ഇതിന്റെ അകത്ത് നിൽക്കാം. പ്രൈസ് ഗോഡ്. നോക്ക്, കർത്താവ് നോക്ക്, ഈ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുമ്പോഴും ആ പടകിൽ കൊടുങ്കാറ്റടിക്കുമ്പോഴും അവരെല്ലാവരും രാത്രിയുടെ 4-ാം യാമത്തിൽ അവര് പടക് അക്കരയ്ക്ക് പോകുന്നില്ല. എവറിത്തിങ് വാസ് എഗൻസ്റ്റ്, അല്ലേ? ദ വിൻഡ് വാസ് എഗൻസ്റ്റ്, ദ വേവ് വാസ് എഗൻസ്റ്റ് ദം. അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. പക്ഷെ അവിടെ തള്ളിയില്ലല്ലോ, നടന്ന് അടുത്ത് വന്നില്ലേ കർത്താവ്. ചില സിറ്റുവേഷൻസ് വരുമായിരിക്കും, ചില പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ വരുമായിരിക്കും. പക്ഷെ അത് തീരാനുള്ള വെല്ലുവിളിയല്ല, അതൊരു മിറക്കിളിനുള്ള വെല്ലുവിളിയാണ്, അത്ഭുതത്തിനുള്ള വെല്ലുവിളിയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, കർത്താവിനെ അഭയം ചൊല്ലിയവർക്ക് ഒരിക്കലും താന്നു പോകത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക,
കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകല് കേൾക്കുന്നവരുണ്ട്, നാളെ ഇത് കേൾക്കുന്നവരുണ്ട്. ഈ പ്രോഗ്രാം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കിടക്കുമ്പോൾ ഇത് കേൾക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് കർത്താവ് പറഞ്ഞതുപോലെ തള്ളിക്കളഞ്ഞതിനെ, ആരൊക്കെയോ തള്ളപ്പെട്ടവരെ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വാക്ക് ആവർത്തിച്ച് പറയുകയാണ്. തള്ളിക്കളഞ്ഞതിനെ ഞാൻ മൂലക്കല്ലാക്കി തീർക്കും. ചിലതിനെയൊക്കെ കർത്താവ് കയ്യിലെടുക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില വേദനപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് കാണിക്കുകയാണ്. നിന്റെ അതിവിഷമം, അതിവ്യസനം അത് ഇന്നങ്ങ് മാറ്റിക്കോണം കേട്ടോ. ആ ദുഃഖം ഇന്നങ്ങ് മാറ്റിക്കോണം. നീ ദുഃഖിക്കുമ്പോൾ നീ പറയുന്നത് കർത്താവിന് പോലും എന്നെ വിടുവിക്കാൻ കഴിവില്ലെന്നാ പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ കണ്ണുനീരിന്റെ അവസ്ഥകളും മാറിപ്പോകട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയാൻ ഞാൻ കൽപ്പിക്കുകയാണ്. കർത്താവിന്റെ കരം ഇറങ്ങുന്നതിനായി സ്തോത്രം. ഭവനങ്ങളെ കർത്താവ് തൊടണമേ. കർത്താവെ, ഒരു വ്യക്തി പോലും സ്ലോ ഡൗൺ ആയി പോകാൻ കർത്താവ് സമ്മതിക്കരുത്. വിശ്വാസം കെട്ടുപോകാൻ കർത്താവ് സമ്മതിക്കരുത്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഗിവ് us more faith. ആ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. യേശുവിന്റെ നാമത്തിൽ റമാനരബസ്യ എവിടെയെങ്കിലും വിശ്വാസം ഞങ്ങൾക്ക് ചോർന്നു പോയെങ്കിൽ, എവിടെയെങ്കിലും ഞങ്ങൾ ഡിപ്ലീറ്റഡ് ആയി പോയെങ്കിൽ നീ ഞങ്ങളെ സ്ട്രോങ് ആക്കണം. ഞങ്ങളുടെ ഫെയ്ത്തിൽ ഞങ്ങളെ വീണ്ടും കർത്താവ് ബിൽഡ് ചെയ്യണം. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ മക്കളുടെ സമ്പത്ത് കർത്താവ് ആർക്കൊക്കെയോ ചില വഴികൾ തുറക്കുന്നത് ദൈവാത്മാവിൽ ഞാൻ കാണുകയാണ്. ഹീസ് ഓപ്പണിംഗ് ഡോർസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി അടുത്ത 30 ദിവസങ്ങൾക്കകം ചില അത്ഭുതകരമായ വഴി ചിലരുടെ ജീവിതത്തിൽ കർത്താവ് തുറക്കുന്നത് കാണുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളെ കുറിച്ച് വെറിയടിച്ചിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന ചില മാതാപിതാക്കളെ ദൈവാത്മാവ് എന്നെ കാണിക്കുക. നിന്റെ കുഞ്ഞ് നിന്റെ അല്ല, നിന്റെ കുഞ്ഞ് ദൈവത്തിന്റെ ദാനമാണ്. തലമുറ ദൈവത്തിന്റെ ദാനമാണ്. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലോട്ടൊന്ന് കൊടുത്തേ. അടുത്തുണ്ടെങ്കിൽ കൈയൊന്ന് വെച്ച് പ്രാർത്ഥിച്ചേ. നീ അവനെക്കുറിച്ച് വേദനപ്പെട്ടാണോ ഇരിക്കുന്നത്? അവളെക്കുറിച്ച് വേദനപ്പെട്ടാണോ ഇരിക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വേദന മാറട്ടെ. അത്ഭുതകരമായ ഒരു വിടുതൽ ആ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ചില അഡിക്ഷൻസ്, ദ സ്പിരിറ്റ് ഓഫ് അഡിക്ഷൻസ്, ചില അഡിക്റ്റീവ് സ്പിരിറ്റുകൾ കർത്താവിനെ കാണിക്കുകയാണ്. ഡ്രഗ് അഡിക്ഷൻ ആയിരിക്കാം, ആൽക്കഹോളിക് ആയിരിക്കാം, മറ്റ് ചില അഡിക്ഷൻസ് ആയിരിക്കാം, വേണ്ടാത്ത ചില സ്വഭാവങ്ങളായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവിന് നിങ്ങളെ ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന്? യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ഒരു വിടുതൽ ആ വിഷയത്തിൽ നിന്ന് കർത്താവിനെ പുറത്തെടുക്കുന്നതിനായി സ്തോത്രം. ആ ബന്ധനം അഴിയട്ടെ. എല്ലാ അഡിക്റ്റീവ് സ്പിരിറ്റിനെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. ചില തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് പണിയുകയാണ്. കുടുംബജീവിതങ്ങളെ കർത്താവ് റിസ്റ്റോർ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ വീട്ടിൽ ഹസ്ബൻഡും വൈഫും സ്നേഹം നഷ്ടപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള വീടുകളെ എന്റെ കർത്താവ് സ്പർശിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ ചില ബിസിനസ്സുകളെ കർത്താവ് തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ആർക്കൊക്കെയോ ചില വിദേശ യാത്രകൾ വരുന്നത് ദൈവാത്മാവ് എന്നെ കാണിക്കുകയാണ്. അത്ഭുതകരമായ വഴി തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കണം, അത്ഭുതമാക്കി തീർക്കണം. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ ദ ലോർഡ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹി ഈസ് കുക്കിംഗ്. കർത്താവ് പറഞ്ഞു ഹി ഈസ് കുക്കിംഗ് ഫോർ യു. നോക്ക്, വീടൊരുക്കാൻ പോയ ആള് പ്ലീസ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല കേട്ടോ. അതുകൊണ്ട് മന്ദതയുള്ളവരാകരുത്. വിശ്വാസത്തിലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളുടെ അനുകാരം. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടോ? തരും. പറഞ്ഞ് പറ്റിക്കുന്ന കർത്താവല്ല, തരും. നിശ്ചയം ചേർക്കും. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ഷെയർ ചെയ്തേ. ചിലർക്ക് അനുഗ്രഹമാകട്ടെ. ചിലർ തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, തള്ളപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പറയാം, മൂലക്കല്ലാക്കും കർത്താവ്. നിങ്ങൾ എല്ലാവരും മനുഷ്യർ നിങ്ങളെ തള്ളിക്കളഞ്ഞതായിരിക്കും, പക്ഷെ കർത്താവ് നിങ്ങളെ തള്ളിയിട്ടില്ല കേട്ടോ. മനുഷ്യർക്കേ തള്ളാൻ പറ്റത്തുള്ളൂ, ദൈവം ഒരിക്കലും നിങ്ങളെ തള്ളത്തില്ല. So God bless you. Have a wonderful day. Love you all. God bless you.